എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡൂം സ്ക്രോളിംഗ് നമ്മളെ മൈൻഡിനെ ബാധിക്കുന്നത്? ഇതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമ്മളെ മൈൻഡിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൽ വരുന്ന ഒന്നാണ് എന്ത്? നമ്മളെ കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മളെ സ്ട്രെസ് ഹോർമോൺ എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു സ്ട്രെസ് ഹോർമോൺ കൂടുന്നത് ഈവൻ നമ്മളെ അറ്റാക്കിലേക്ക് പോലും എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ പുറമെ നമ്മൾ ഈ ഒരു സ്ക്രോളിങ്ങും കാര്യങ്ങളും ന്യൂസ് കാണുന്നതൊക്കെ നിർത്തിയാൽ കൂടി പിന്നീടുള്ള സമയങ്ങളിലും നമ്മളെ മൈൻഡ് എന്തായിരിക്കും? സ്ലോ ലെവലിൽ, ഒരു ലോ ലെവലിൽ ഈ കോർട്ടിസോൾ എന്തുണ്ടാവും? നമ്മളെ ബോഡിയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോ ലെവൽ പാനിക് എപ്പോൾ എന്തുണ്ടാവും? നമ്മളെ സറൗണ്ട്സിലുള്ള പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. എക്സാക്ട്ലി നമ്മളെ ഉള്ളിലാണ് ആ ഒരു പാനിക് എന്തുള്ളത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഒന്ന് നമ്മളെ ഫോക്കസ് വീക്കാക്കും, അതുപോലെ തന്നെ നമ്മളെ സ്ലീപ്പിനെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് നമ്മളിങ്ങനെ ഡെയിലി എടുക്കുന്ന കണ്ടൻസ്, ഡെയിലി നമ്മൾ കാണുന്ന വീഡിയോസും ന്യൂസും കാര്യങ്ങളൊക്കെ എന്താണ്? ഈ വേൾഡ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുഭാഗത്തും ഡേഞ്ചർ ആയിട്ടുള്ള സംഗതികളാണ് നടക്കുന്നത് എന്നാണ് നമ്മളുള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ബ്രെയിനിൻ്റെ ഒരു ക്രിയേഷൻ തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സേഫ് ആവുക എന്നുള്ളൊരു നാച്ചുറൽ സിസ്റ്റം നമ്മളെ ബ്രെയിനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റുഭാഗത്തും ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ബ്രെയിനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ക്വാളിറ്റി സ്ലീപ്പിനൊക്കെ ഇത് നല്ല പോലെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.